വാർത്തകളിലേക്ക് വിശദമായി. ശശി തരൂരിനെ താക്കോൽ സ്ഥാനത്തേക്ക് പിന്തുണച്ച് NSS. തരൂർ പ്രധാനമന്ത്രിയാകാൻ പോലും യോഗ്യനാണെന്ന് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ. എന്നാൽ തരൂരിന്റെ സഹപ്രവർത്തകർ അതിന് അനുവദിക്കില്ല എന്നും വിമർശനം. VD സതീശനും രമേശ് ചെന്നിത്തലയും ഒരേ തൂവൽ പക്ഷികളാണെന്നും കുറ്റപ്പെടുത്തൽ. ഒരു ഇംഗ്ലീഷ് ദിനപത്രത്തിന് നൽകിയ അഭിമുഖത്തിലാണ് സുകുമാരൻ നായർ തന്റെ ഈ നിലപാട് വ്യക്തമാക്കിയത്. അതായത് ഡൽഹി നായർ എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു. പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനവും അദ്ദേഹത്തിൻ്റെ അറിവും അദ്ദേഹത്തിൻ്റെ ലോകപരിചയവും ശരിക്കും മനസ്സിലാക്കാൻ കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഒരു വിശ്വപൗരനാണ്, ഒരു കേരളീയനാണെന്ന് എനിക്ക് ബോധ്യമായി. ഇത്രയും അറിവുള്ള ഒരു മനുഷ്യൻ ആരുണ്ട്? ഇന്ത്യയുടെ പോലും പ്രധാനമന്ത്രിയായിട്ട് ഇരിക്കാൻ യോഗ്യതയുള്ള ആളാണ്. പക്ഷേ കൂട്ടത്തിൽ നിൽക്കുന്നതിന് സമ്മതിക്കാനും പിന്നെ എന്താ അധോഗതി എന്നല്ലാതെ വല്ലതും പറയാനുണ്ട്. തുടർച്ചയായ പ്രസ്താവനകളിലൂടെ NSS തരൂരിനെ പിന്തുണയ്ക്കുകയാണ്. കേരളത്തിൽ കളം നിറയാനൊരുങ്ങുന്ന തരൂരിനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയർത്തിക്കാട്ടുകയാണ് NSSന്റെ ലക്ഷ്യം. നിലവിലെ കോൺഗ്രസിന്റെ മറ്റ് മുൻനിര നേതാക്കളോടുള്ള അതൃപ്തി പരസ്യമാക്കിയ സുകുമാരൻ നായർ പണ്ട് താക്കോൽ സ്ഥാനത്തിനായി വാദിച്ച രമേശ് ചെന്നിത്തലയെയും തള്ളിപ്പറഞ്ഞു. ചെന്നിത്തലയെ ഉയർത്തിക്കാട്ടിയതാണ് നിയമസഭാ തോൽവിക്ക് കാരണമെന്നാണ് NSSന്റെ നിരീക്ഷണം. UDF ഗവൺമെൻറ്റിൻ്റെ ഭരണം പോയത് കഴിഞ്ഞ പ്രാവശ്യം രമേശ് ചെന്നിത്തലയെ പ്രൊജക്റ്റ് ചെയ്ത് വെച്ചതുകൊണ്ടാണ് പോയത്. ഉമ്മൻചാണ്ടി ആയിരുന്നെങ്കിൽ അത്രയും തോൽവി വരത്തില്ലായിരുന്നു. അപ്പം ജനങ്ങൾക്കുള്ള ആത്മവിശ്വാസം നഷ്ടപ്പെട്ടു. VD സതീശനെതിരെയും UDFന്റെ പ്രവർത്തനങ്ങൾക്കെതിരെയും NSS രംഗത്തു വന്നു. കോൺഗ്രസ് ആഭിമുഖ്യം സംബന്ധിച്ച കൃത്യമായ സൂചന നൽകിയ NSS നേതൃത്വം BJPയെ തള്ളി. ഇംഗ്ലീഷ് ദിനപത്രത്തിന് നൽകിയ അഭിമുഖത്തിലാണ് മന്നം ജയന്തി സമ്മേളനത്തിലെ പ്രഖ്യാപനങ്ങളെ കവച്ചുവെക്കുന്ന നിലപാട് ജി സുകുമാരൻ നായർ സ്വീകരിച്ചത്. മുഖ്യമന്ത്രി സ്ഥാനം വിദൂരമായെങ്കിലും സ്വപ്നം കാണുന്ന ശശി തരൂർ സ്വാഭാവികമായും NSSനെ പോലൊരു സംഘടനയുടെ പിന്തുണ ആഗ്രഹിക്കുന്നുണ്ടാവും. പക്ഷേ തുടർച്ചയായി ഉണ്ടാകുന്ന അനുകൂല പ്രസ്താവനകൾ നായർ ബ്രാൻഡിലേക്ക് തരൂരിനെ ഒതുക്കുമോ എന്ന ആശങ്കയും ചില്ലറയല്ല. ഫലത്തിൽ NSSന്റെ പ്രസ്താവനകൾ തള്ളാനും കൊള്ളാനുമാവാത്ത സാഹചര്യമാണ് ശശി തരൂരിന് മുന്നിൽ ഉണ്ടാക്കുന്നത്. TG സജിത്ത്, ന്യൂസ് 18. ജി സുകുമാരൻ നായരുടെ പിൻഗാമി ആര് എന്ന തർക്കത്തിൽ NSSൽ പൊട്ടിത്തെറി. രജിസ്ട്രാർ PN സുരേഷ് അടുത്ത ജനറൽ സെക്രട്ടറി ആകുമെന്ന മാധ്യമ വാർത്തകളാണ് പൊട്ടിത്തെറിയിലേക്ക് നയിച്ചത്. ഒരു വിഭാഗം പ്രതിഷേധമുയർത്തിയതോടെ ജി സുകുമാരൻ നായർ PN സുരേഷിന്റെ രാജി ചോദിച്ചു വാങ്ങി. സമീപകാലത്ത് ഒന്നുമില്ലാത്ത തർക്കമാണ് NSSൽ ഉടലെടുത്തത്. ശശി തരൂരിന്റെ NSS ആസ്ഥാനത്തെ സന്ദർശനത്തിന് പിന്നാലെ വന്ന വാർത്തകളിൽ PN സുരേഷ് സുകുമാരൻ നായർക്ക് പിൻഗാമിയാകുമെന്ന സൂചനകൾ ഉണ്ടായിരുന്നു. ഇതിൽ പ്രതിഷേധവുമായി ഒരു വിഭാഗം ജി സുകുമാരൻ നായരെ കണ്ട് പരാതി അറിയിച്ചു. ഇതോടെയാണ് സുരേഷിന്റെ രാജി അടിയന്തിരമായി ചോദിച്ചു വാങ്ങിയത്. ഇന്നലെ രാത്രിയാണ് സുരേഷ് രാജിവെച്ചത്. സുകുമാരൻ നായരുമായി ഏറെ അടുപ്പമുണ്ടായിരുന്ന PN സുരേഷ് കലാമണ്ഡലം വൈസ് ചാൻസലർ, ആറന്മുള വാസ്തുവിദ്യാ ഗുരുകുലം ഡയറക്ടർ എന്നീ ചുമതലകൾ വഹിച്ചിട്ടുണ്ട്. ശശി തരൂരിനെ രംഗത്തിറക്കി സംസ്ഥാന രാഷ്ട്രീയത്തിൽ നിർണായക റോൾ വഹിക്കാൻ ഒരുങ്ങുന്നതിനിടെയാണ് NSSൽ തന്നെ കടുത്ത ഭിന്നത രൂപപ്പെട്ടത്. ന്യൂസ് 18 കോട്ടയം. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സമിതി യോഗത്തിൽ ഷാഫി പറമ്പിലിന് വിമർശനം. KPCC പ്രസിഡന്റിന്റെ ഇടപെടൽ പ്രതിരോധിക്കാൻ കഴിയുന്നില്ലെന്ന് വിമർശനമുയർന്നു. ചില യൂത്ത് കോൺഗ്രസ് നേതാക്കൾക്കെതിരെയുള്ള നടപടി ഷാഫി വൈകിപ്പിച്ചു. ഷാഫി ഫുട്ബോൾ കളി കണ്ടു നടക്കുകയാണെന്ന് പ്രവർത്തകരുടെ പരിഹാസം. അടുത്ത സംസ്ഥാന സമ്മേളനത്തിന് താൻ ഒഴിയുമെന്ന് ഷാഫി പറമ്പിൽ യോഗത്തിൽ അറിയിച്ചു. എന്നാൽ ഈ വാർത്തകളെല്ലാം ഷാഫി പറമ്പിൽ നിഷേധിക്കുകയും ചെയ്തു. എനിക്കെതിരെ വ്യക്തിപരമായിട്ടുള്ള വിമർശനങ്ങൾ എന്നുള്ളതല്ല. കമ്മിറ്റിയിൽ സ്വാഭാവികമായിട്ടും ചർച്ചകളുണ്ടാവും. അതിന് നിങ്ങൾ ഈ പറഞ്ഞ പോലെ സുധാകരപക്ഷം, A ഗ്രൂപ്പ് പക്ഷം, KC പക്ഷം, RC പക്ഷം എന്ന് പറഞ്ഞിട്ടുള്ള വിമർശനങ്ങൾ ഈ കമ്മിറ്റിയിൽ പ്രത്യേകിച്ചും ഇന്നത്തെ കമ്മിറ്റി ഏറ്റവും എഫക്റ്റീവായിട്ടുള്ള തീരുമാനങ്ങൾ എടുത്ത കമ്മിറ്റിയാണ്. അതുണ്ടാവും. അപ്പം നിങ്ങളുടെ സോഴ്സ് ഒന്നും കൂടെ പരിശോധിക്കണം. KPCC പ്രസിഡന്റ് ഡാനി പോൾ വിവരങ്ങളുമായി ചേരുന്നു. ഡാനി, ഷാഫി വാർത്തകൾ നിഷേധിക്കുമ്പോൾ ലഭ്യമാകുന്ന വിവരങ്ങൾ എന്താണ്? ഏത് രീതിയിലുള്ള വിമർശനങ്ങൾ ഷാഫി പറമ്പലിനെതിരെ ഉയർന്നിരിക്കുന്നു എന്നുള്ളതാണ് വന്നിരിക്കുന്നത്, പ്രധാനമായും KPCC പ്രസിഡന്റുമായി ബന്ധപ്പെട്ട്? അപർണ, ഇതിൽ പ്രധാനമായും തന്നെ KPCC പ്രസിഡന്റ് യൂത്ത് കോൺഗ്രസിന്റെ കാര്യങ്ങളിൽ, ദൈനംദിന കാര്യങ്ങളിൽ പോലും ഇടപെടുന്ന ഒരു സ്ഥിതിയുണ്ട്. അത്തരം ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു എന്നാണ് പല പ്രവർത്തകരും തന്നെ സമിതിയിൽ അഭിപ്രായപ്പെട്ടത്. ഇത് നിയന്ത്രിക്കാനോ ഇതിൽ കാര്യമായ ഒരു ഇടപെടൽ നടത്താനോ പ്രസിഡന്റ് എന്ന രീതിയിൽ അല്ലെങ്കിൽ സംഘടനയുടെ നേതൃത്വത്തിന് പലപ്പോഴും കഴിയാതെ പോകുന്നുണ്ട് എന്ന രൂക്ഷ വിമർശനം ഉയർന്നു. അതിന് ഉദാഹരിച്ചത് പ്രധാനമായും തന്നെയും
കോട്ടയത്ത് ശശി തരൂരിനെ ക്ഷണിച്ചതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇതിൽ DCC പ്രസിഡന്റിന്റെ ഭാഗത്തു നിന്നുൾപ്പെടെയുള്ള അഭിപ്രായ പ്രകടനങ്ങൾ ഉണ്ടായിരുന്നു. അത് യൂത്ത് കോൺഗ്രസിനെ പലപ്പോഴും പ്രതിരോധത്തിലാഴ്ത്തുന്ന രീതിയിലേക്ക് വിമർശനങ്ങൾ ഉയർന്നിരുന്നു. മറുപടി പറയാനായിട്ട് ഒരിക്കലും ഷാഫി പറമ്പിലോ മറ്റുള്ളവരോ തയ്യാറായിരുന്നില്ല. ഷാഫി പറമ്പിൽ പന്ത് കളി കണ്ട് നടക്കുകയായിരുന്നു അടക്കമുള്ളൊരു വിമർശനങ്ങളായിരുന്നു നേരത്തെ സംസ്ഥാന സമിതി യോഗത്തിൽ ഉയർന്നത്. ഒരു ഘട്ടത്തിൽ ഷാഫി പറമ്പിൽ ഈ വിമർശനങ്ങൾ ഉയരുമ്പോൾ തന്നെ ഈ രീതിയിൽ മുന്നോട്ട് പോകാനാകില്ല എന്നതടക്കം ഷാഫി പറമ്പിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം സ്വാഭാവികമായും തന്നെ അതിനുശേഷം പിന്നീട് മാധ്യമപ്രവർത്തകരെ കണ്ടപ്പോൾ ഇതെല്ലാം തന്നെ നിരാകരിക്കുന്നു. ക്രിയാത്മകമായ ചർച്ചകൾ മാത്രമാണ് ഉണ്ടായതെന്ന് അദ്ദേഹം വിശദീകരിക്കുകയും ചെയ്യുന്നു. ഒപ്പം തന്നെയും ഈ മാർച്ച് മിക്കവാറും ഇതിൽ സംസ്ഥാന സമ്മേളനം അടക്കം നടക്കാൻ പോകുന്നത് തന്റെ ടൈം പൂർത്തിയാവുകയാണ്. ഇനി താൻ യൂത്ത് കോൺഗ്രസിൽ ഉണ്ടാകില്ല. അതോടൊപ്പം തന്നെയും മറ്റ് തികച്ചും കൃത്യമായിട്ട് തന്നെ സംഘടനാ പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. അത് മുന്നോട്ട് പോകുമെന്നതടക്കമുള്ള കാര്യങ്ങളാണ് അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ വിശദീകരിച്ചത്. പക്ഷേ സംസ്ഥാന സമിതിയിൽ അദ്ദേഹത്തിനെതിരെ വിമർശനമുണ്ടായി എന്നത് തന്നെയാണ് ഏറ്റവും ശ്രദ്ധേയം. പല അംഗങ്ങളും തന്നെയും നേരിട്ട് അദ്ദേഹത്തെ വിമർശിച്ചു. ചില പ്രവർത്തകർക്കെതിരെ നടപടികൾ ഉണ്ടായിരുന്നു. നടപടികൾ എടുക്കാൻ തന്നെയും കേന്ദ്ര നേതൃത്വം നിർദ്ദേശിക്കപ്പെട്ടപ്പോൾ പോലും തന്റെ സുഹൃത്തുക്കൾ അല്ലെങ്കിൽ തന്റെ ഒരു സൗഹൃദ വലയത്തിൽപ്പെട്ടവരെ ഷാഫി സംരക്ഷിക്കുന്ന ഒരു നിലപാടാണ് ഉണ്ടായതെന്ന് അടക്കമുള്ള വിമർശനങ്ങൾ ഇതിൽ പലരും തന്നെയും ചൂണ്ടിക്കാണിക്കുകയും ഉണ്ടായി. ഡാനിപ്പോൾ വിവരങ്ങൾ നൽകിയത്. പത്തനംതിട്ടയിൽ വീണ്ടും ഭക്ഷ്യവിഷബാധ. പത്തനംതിട്ട ചന്ദനപ്പള്ളി റോസ്ഡെയിൽ സ്കൂളിലെ 13 വിദ്യാർത്ഥികളെയും 3 അധ്യാപകരെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വെള്ളിയാഴ്ച നടന്ന സ്കൂളിലെ ആനിവേഴ്സറിക്ക് വിതരണം ചെയ്ത ചിക്കൻ ബിരിയാണി കഴിച്ചവരെയാണ് വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചത്. കൊടുമണ്ണിൽ അടുത്ത കാലത്തായി പ്രവർത്തനം ആരംഭിച്ച കാരമൽ എന്ന ഹോട്ടലിൽ നിന്ന് എത്തിച്ച ബിരിയാണി കഴിച്ചവർക്കാണ് ഭക്ഷ്യവിഷബാധ ഉണ്ടായത്. ഉച്ചയ്ക്ക് സ്കൂളിലെത്തിച്ച ഭക്ഷണം വൈകുന്നേരമാണ് സ്കൂൾ അധികൃതർ കുട്ടികൾക്ക് നൽകിയതെന്നാണ് ഹോട്ടൽ ഉടമയുടെ വിശദീകരണം. ഹോട്ടലിന്റെ പ്രവർത്തനം നിർത്തിവെക്കാൻ ആരോഗ്യവകുപ്പ് നിർദ്ദേശം നൽകി. ആരുടെയും നില ഗുരുതരമല്ല. ഇടുക്കി നെടുങ്കണ്ടത്ത് ഒരു കുടുംബത്തിലെ 3 പേർക്ക് ഭക്ഷ്യവിഷബാധ ഏറ്റ സംഭവത്തിൽ ഭക്ഷ്യസുരക്ഷാ വിഭാഗം പരിശോധന നടത്തി. ഷവർമ കഴിച്ച ഹോട്ടലിലും ആശുപത്രിയിലുമായിരുന്നു പരിശോധന. പീരുമേട്, ഇടുക്കി എന്നിവിടങ്ങളിലെ ഫുഡ് ആൻഡ് സേഫ്റ്റി ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലാണ് പരിശോധനകൾ നടന്നത്. ഭക്ഷ്യ സുരക്ഷാ വകുപ്പിന്റെ പരിശോധനയ്ക്ക് ജീവനക്കാരുടെ കുറവ് ന്യായീകരണമല്ല എന്ന് മന്ത്രി GR അനിൽ. ഹോട്ടലുകളിൽ പാഴ്സൽ നൽകുന്നത് പരിമിതപ്പെടുത്തണമെന്നും ഷവർമ പോലുള്ളവ ഹോട്ടലിൽ തന്നെ കഴിക്കണമെന്നും GR അനിൽ പറഞ്ഞു. ഇത്തരം ഭക്ഷ്യ സാധനങ്ങൾ ഈ ഹോട്ടലിൽ വച്ച് കഴിക്കുക എന്നത് നിർബന്ധിപ്പിച്ചാൽ ഹോട്ടലിന് പുറത്തേക്കുള്ള പാക്ഡ് ഉൽപ്പന്നമായി ഇത് കൊടുക്കുന്ന രീതി അവസാനിപ്പിക്കുന്നത് നന്നായിരിക്കും. ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന കേസുകൾക്ക് നിശ്ചിത സമയത്തിനകത്ത് തീർപ്പ് കൽപ്പിക്കുന്ന തരത്തിലേക്ക് ഗൗരവമായി നീക്കുന്ന തരത്തിലേക്ക് വന്നാൽ ഈ വിഷയങ്ങൾ കടകളാണെങ്കിലും സ്ഥാപനങ്ങളാണെങ്കിലും ആവർത്തിക്കില്ല. ആ നിലയിലേക്ക് കുറച്ചുകൂടെ ഗൗരവമായ തരത്തിൽ ഇന്നത്തെ സംഭവങ്ങൾ നമ്മളെ കൂടുതൽ ചിന്തിപ്പിക്കുകയാണ്. ഭക്ഷ്യ സുരക്ഷയുമായി ബന്ധപ്പെട്ട കേസുകൾ വേഗത്തിൽ തീർപ്പാക്കാൻ പ്രത്യേക കോടതികൾ രൂപീകരിക്കണമെന്ന വകുപ്പിന്റെ നിർദ്ദേശം വർഷങ്ങളായി അവഗണിച്ച് സർക്കാർ. 2015 മുതൽ RGOകളുടെ മുന്നിലും മജിസ്ട്രേറ്റ് കോടതികളിലും കെട്ടിക്കിടക്കുന്നത് 1503 കേസുകളാണ്. ഭക്ഷ്യവസ്തുക്കളിൽ മായം കണ്ടെത്തിയതിനും കടകളിലെ പരിശോധനയിൽ ഗുരുതര വീഴ്ചകൾ കണ്ടെത്തിയതിനും രജിസ്റ്റർ ചെയ്ത കേസുകളാണ് ഇതെല്ലാം. ഈ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം 16,503 സാമ്പിളുകളാണ് ലാബ് പരിശോധന നടത്തിയത്. 571 സാമ്പിളുകൾ സുരക്ഷിതമല്ലാത്തവയായും 276 ഗുണമേന്മയില്ലാത്തതായും ഫലം ലഭിച്ചു. കുറ്റക്കാർക്കെതിരെ 368 അഡ്ജുഡിക്കേഷൻ കേസുകളും 354 പ്രോസിക്യൂഷൻ കേസുകളും ഫയൽ ചെയ്തു. ആവശ്യത്തിന് അക്രഡിറ്റഡ് ലാബുകളില്ലാത്തതും ജീവനക്കാരുടെ കുറവുമെല്ലാം വകുപ്പിന്റെ പ്രവർത്തനത്തെ ബാധിക്കുന്നുണ്ട്. മറ്റ് കേസുകളുടെ കൂട്ടത്തിലാണ് കോടതികൾ ഭക്ഷ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട കേസുകളും പരിഗണിക്കുന്നത്. ഇത് ഏറെ കാലതാമസം ഉണ്ടാക്കുന്നതായും പ്രത്യേക കോടതികൾ സ്ഥാപിച്ചാൽ കേസുകൾ വേഗത്തിൽ തീർക്കാനാകുമെന്നും ഭക്ഷ്യസുരക്ഷാ വകുപ്പ് പലതവണ സർക്കാരിനെ അറിയിച്ചിരുന്നു. ഒരു കോടതിയെങ്കിലും സ്ഥാപിക്കാൻ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ടെങ്കിലും അനുകൂല തീരുമാനം ഉണ്ടായില്ല. അങ്ങനത്തെ ഒരു സ്പെഷ്യൽ കോർട്ട് ഉണ്ടെങ്കിൽ നല്ലതാണ്. എളുപ്പത്തിൽ കേസസ് എല്ലാം ഫാസ്റ്റ് ഡിസ്പോസ് ചെയ്യാൻ പറ്റും. പബ്ലിക്കിൽ ഒരു കോൺഫിഡൻസും വരും. ഈ കേസസ് ഇങ്ങനെ ലാഗ് ചെയ്യുന്ന എനിക്ക് മനസ്സിലാക്കാം. ഒത്തിരി കേസസ് ഇങ്ങനെ പൈലപ്പ് ചെയ്യുക. സോ അത് കാരണം ജഡ്ജസിന്റെ സ്ട്രെങ്ത് അങ്ങനെ കൂടിയിട്ടില്ല. സോ അത്
സോ ഒരു പെൻഡൻസി അല്ലെങ്കിൽ ഡിലേ വരാൻ സാധ്യതയുണ്ട്. ലൈസൻസ് ഇല്ലാതെ സ്ഥാപനം പ്രവർത്തിച്ചാൽ 5 ലക്ഷം രൂപ വരെ പിഴയും 6 മാസം വരെ തടവുമാണ് ശിക്ഷ. ഭക്ഷണം കഴിച്ചയാൾ മരിച്ചതായി ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടാൽ 7 വർഷം വരെ തടവും 10 ലക്ഷം രൂപ വരെ പിഴയുമാണ് ശിക്ഷ. നിയമം കൂടുതൽ കർശനമാക്കാൻ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടുമെന്ന് ഭക്ഷ്യസുരക്ഷാ ഉദ്യോഗസ്ഥർ പറയുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം. കാടിറങ്ങുന്ന വന്യത. വയനാട് ബത്തേരിയിൽ ഇറങ്ങിയ കാട്ടാനയെ ഇന്നും പിടികൂടാനായില്ല. ഇന്നത്തെ ദൌത്യം വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അവസാനിപ്പിച്ചു. ആനയെ മയക്കുവെടി വെക്കാനുള്ള ശ്രമം നാളെയും തുടരും. വിവരങ്ങളുമായി രതീഷ് വാസുദേവൻ ചേരുന്നു. രതീഷ്, ദൌത്യ സംഘത്തിന് ദൌത്യം ശക്തമായി മുന്നേറുന്നു എന്ന് വനമന്ത്രി പറഞ്ഞിട്ടും ഇന്നും ആനയെ പിടികൂടാനാവാത്ത സാഹചര്യം. വിവരങ്ങളിലേക്ക്. അപർണ, ചില പ്രതികൂല സാഹചര്യങ്ങളാണ് ഇന്ന് ദൌത്യം പൂർത്തീകരിക്കാൻ കാരണമായത്. കാരണം ഈ നിലവിൽ PM2 തന്നെ മറ്റൊരു പിടിയാനയും കൊമ്പനാനയും സമീപ പ്രദേശങ്ങളിൽ ഇതിനോടൊപ്പം സഞ്ചരിക്കുന്നത് വനം വകുപ്പിന്റെ പ്രത്യേക ദൌത്യസേനയെ മയക്കുവെടി സംഘത്തെ മയക്കുവെടി വെക്കാനുള്ള ഈ സാഹചര്യത്തിൽ നിന്ന് പുറകോട്ട് പോകേണ്ടി വന്നു. മാത്രവുമല്ല, ഈ ചതുപ്പ് പ്രദേശങ്ങളിലൂടെയാണ് ഈ ആനയുടെ സഞ്ചാരം എന്നതും ഈ മയക്കുവെടി വയ്ക്കുന്നതിനെ തടസ്സപ്പെടുത്തി. കാരണം മയക്കുവെടി വെച്ച് കഴിഞ്ഞ് ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ തന്നെ മയങ്ങുന്ന അവസ്ഥയിലുള്ള ഈ ആനയെ വളരെ പെട്ടെന്ന് തന്നെ വണ്ടിയിൽ ലോറിയിലേക്ക് മാറ്റുകയും പാനപ്പന്തിയിൽ എത്തിക്കുകയും ചെയ്യേണ്ടതുണ്ട്. കുങ്കിയാനകളുടെ സഹായം ഇതിൽ തേടേണ്ടതുണ്ട്. ചതുപ്പ് പ്രദേശങ്ങളിലൂടെയുള്ള ഈ ആനയുടെ യാത്ര ഇതിനെ തടസ്സം നിൽക്കും. അതുകൊണ്ട് തന്നെയാണ് ഇന്നത്തെ ദൌത്യം പൂർണ്ണമായി വിജയിക്കാതിരുന്നത്. എന്തായാലും നാളെ രാവിലെ തന്നെ ഈ ശക്തമായ രീതിയിൽ ദൌത്യം തുടരുമെന്നാണ് വനംവകുപ്പ് അറിയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മന്ത്രിയുടെ സാന്നിധ്യത്തിൽ തന്നെ മന്ത്രിയും ഇത് ബോധ്യപ്പെട്ടിട്ടുണ്ട്. കാരണം ഈ പ്രതികൂലമായ ഭൂപരിസ്ഥിതി ആണ് ഇന്നത്തെ ഇതിനെ തടസ്സപ്പെടുത്തിയത്. കൂടെ മറ്റ് 2 ആനകളുടെ സാന്നിധ്യവും ഇത് അല്ലാതെ ഇതിനെ മയക്കുവെടി വയ്ക്കുന്നതിൽ നിന്ന് പിന്തിരിയേണ്ടി വന്നു വനംവകുപ്പിന്. എന്തായാലും 150ഓളം ദൌത്യസംഘം വളരെ കൃത്യമായ രീതിയിൽ തന്നെ ആനയെ നിരീക്ഷിക്കുകയും അതിനെ പിന്തുടരുകയും ചെയ്തു. എന്നാൽ അത്തരം സാഹചര്യം ലഭ്യമാകാതിരുന്നുകൊണ്ട് മാത്രമാണ് ഇന്ന് മയക്കുവെടി വെക്കാൻ സാധിക്കാതിരുന്നത്. നാളെ ഇത് തുടരുകയും വളരെ വൈകാതെ തന്നെ ഈ മയക്കുവെടി വയ്ക്കുന്നതിനുള്ള സാഹചര്യം ഉണ്ടാകുമെന്ന് തന്നെയാണ് വനംവകുപ്പ് അധികൃതർ കരുതുന്നത്. എന്തായാലും അതിനുള്ള ഒരുക്കങ്ങളും തുടരുന്നു. ഇന്ന് രാത്രി പട്രോളിംഗ് ഉൾപ്പെടെ ഈ പ്രദേശത്ത് നടക്കുകയും ചെയ്യും. അപർണ. റൈറ്റ്, രതീഷ് വാസുദേവൻ വിവരങ്ങൾ നൽകിയത്. സുൽത്താൻ ബത്തേരിയിൽ PM2 മറ്റൊരു കാട്ടാനയുടെ സാന്നിധ്യം സ്ഥിതി സങ്കീർണമാക്കിയെന്ന് മന്ത്രി AK ശശീന്ദ്രൻ പറഞ്ഞു. ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ മയക്കുവെടി ഉത്തരവിടാൻ വൈകിപ്പിച്ചുവെന്ന ആരോപണത്തിൽ വിശദീകരണം കിട്ടിയ ശേഷം നടപടിയുണ്ടാകുമെന്ന് മന്ത്രി പറഞ്ഞു. ആനയെ പിടികൂടാൻ ദൌത്യസംഘം ശ്രമങ്ങൾ തുടരുകയാണ്. അതെന്താ അങ്ങനെ സംഭവിക്കും? ബാക്കിയെല്ലാവരും വളരെ സിൻസിയറായിട്ട് വർക്ക് ചെയ്യുമ്പോൾ നമ്മളൊരു കല്ല് കടിക്കുന്ന പോലെ ഒരു നമ്മളെ പ്രവർത്തനത്തെ ആകെ നിഷ്പ്രഭമാക്കുന്ന ഒരു നിലപാടല്ലേ. അതിന് ഒരു ഉയർന്ന ഉദ്യോഗസ്ഥൻ അങ്ങനെയല്ലല്ലോ ചെയ്യേണ്ടത്. അപ്പോൾ അതിന് അദ്ദേഹത്തിൻ്റെ വിശദീകരണം കിട്ടട്ടെ. മതിയായ കാരണം ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ തുടർ നടപടികൾ സ്വീകരിക്കാൻ ശുപാർശ ചെയ്യേണ്ടി വരുമല്ലോ. വനം മന്ത്രി AK ശശീന്ദ്രന് നേരെ അതിനിടെ ലീഗ് പ്രവർത്തകർ കരിങ്കൊടി കാണിച്ചു. സ്കൂൾ മേളകളിൽ ഇനി പാചകത്തിനില്ല എന്ന് പ്രഖ്യാപിച്ച പഴയിടം മോഹനൻ നമ്പൂതിരി. വിവാദങ്ങൾ വേദനിപ്പിച്ചെന്നും വർഗീയ അജണ്ടകളാണ് വിവാദങ്ങൾക്ക് പിന്നിലെന്നുമാണ് പഴയിടത്തിന്റെ നിലപാട്. തൃശൂരിൽ നടക്കുന്ന ദക്ഷിണേന്ത്യൻ ശാസ്ത്രമേളയിൽ നിന്ന് പിന്മാറിയതായും പഴയിടം പറഞ്ഞു. കലോത്സവത്തിന് ഊട്ടുപുരയൊരുക്കാൻ പഴയിടം മോഹനൻ നമ്പൂതിരി ഇനി ഉണ്ടാകില്ല. സസ്യാഹാര മാംസാഹാര വിവാദങ്ങൾക്കിടെയാണ് പഴയിടത്തിന്റെ പിന്മാറ്റം. വിവാദങ്ങൾ വേദനിപ്പിച്ചെന്നും വർഗീയ അജണ്ടകളാണ് വിവാദങ്ങൾക്ക് പിന്നിലെന്നും പഴയിടം. എല്ലാവരെയും ഒന്നും സ്നേഹത്തിന്റെ കണ്ണിലൂടെ മാത്രം കണ്ടിട്ടുള്ളത് ഇതുവരെ നൽകി വന്നിരുന്ന എല്ലാ പിന്തുണയ്ക്കും എല്ലാ സ്നേഹത്തിനും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ പറയട്ടെ, കലോത്സവ വേദികളുടെ ഊട്ടുപുരകളിൽ ഇനി ഞാൻ ഉണ്ടാവില്ല. നന്ദി. തൃശൂരിൽ നടക്കാനിരിക്കുന്ന ദക്ഷിണേന്ത്യൻ സ്കൂൾ ശാസ്ത്രമേളയിൽ നിന്നും പഴയിടം പിന്മാറി. ഇക്കാര്യം അധികൃതരെ അറിയിച്ചു. പഴയിടം തന്റെ ജോലി കൃത്യമായി നിർവഹിച്ചതായി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. ചിലർ പഴയിടത്തെ വേദനിപ്പിച്ചു കാണും. കേരളത്തിന്റെ അഭിപ്രായം 1-2 പേരുടേതല്ലെന്നും മന്ത്രി പറഞ്ഞു. അത് വേദനിപ്പിച്ചിട്ടുണ്ടാവും. അത് ആവശ്യമില്ലാതെ ഒരു
അതിവിപ്ലവകാരികളായി പിന്നെ മാറിയ ചിലർ 1-2 ആൾക്കാർ, ഏതാനും വിരലെണ്ണാവുന്ന ആൾക്കാർ ബ്രാഹ്മണനാണെന്നും അങ്ങനെയെല്ലാം പറഞ്ഞ് അദ്ദേഹത്തിനെ പറഞ്ഞ് വേദനിപ്പിച്ചിട്ടുണ്ട്. കേരളത്തിന്റെ അഭിപ്രായം എന്ന് പറയുന്നത് 1-2-3 ആൾക്കാരുടെ പോസ്റ്റിംഗ് അല്ല കേരളത്തിന്റെ അഭിപ്രായം. അതേസമയം അടുത്ത കലോത്സവം മുതൽ സസ്യേതര ആഹാരവും ഉൾപ്പെടുത്താനാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ തീരുമാനം. വിവാദങ്ങൾ ഉണ്ടാക്കി വേദനിപ്പിച്ചുകൊണ്ടല്ലായിരുന്നു അദ്ദേഹത്തെ യാത്രയാക്കേണ്ടിയിരുന്നത്. എസ് വിനേഷ് കുമാർ, ന്യൂസ് 18, കോഴിക്കോട്. കലോത്സവ ഉദ്ഘാടന ഗാനത്തിന്റെ ദൃശ്യാവിഷ്കാരത്തിലും വിവാദം തുടരുകയാണ്. പിന്നണി പ്രവർത്തകരുടെ താൽപര്യവും സംഘപരിവാർ അജണ്ടയും പരിശോധിക്കണമെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് ആവശ്യപ്പെട്ടു. മുസ്ലിം വേഷധാരിയെ മോശമായി ചിത്രീകരിച്ചു എന്നാരോപിച്ച് നേരത്തെ മുസ്ലിം ലീഗും രംഗത്തെത്തിയിരുന്നു. മന്ത്രിയുടെ ആരോപണത്തിന് പിന്നിൽ പ്രത്യേക അജണ്ടയുണ്ടെന്നും മന്ത്രി വർഗീയ ധ്രുവീകരണത്തിന് ശ്രമിക്കുകയാണെന്നും BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ വിമർശിച്ചു. സംഘാടക സമിതി മുഴുവൻ റിയാസിന്റെ പാർട്ടിക്കാരാണ്. സ്വാഗതഗാനം റിയാസിന്റെ പാർട്ടിക്കാർ കേട്ടിട്ടുണ്ടായിരുന്നില്ലേ? എന്താണ് അതിൽ ഇത്ര വർഗീയത ഉള്ളത്? ഭക്ഷണത്തിൽ വർഗീയത കാണുന്നു. വെജിറ്റേറിയൻ ഭക്ഷണം വർഗീയമായിട്ട് ചിത്രീകരിക്കുന്നു. പായസം വർഗീയമായിട്ട് ചിത്രീകരിക്കുന്നു. പാൽപായസം വർഗീയമായി ചിത്രീകരിക്കുന്നു. എന്തൊരു ആഭാസമാണ് കേരളത്തിൽ നടക്കുന്നത്. അതുകൊണ്ട് ഇത് ജനങ്ങളെ ഭിന്നിപ്പിക്കാനുള്ള നീക്കമാണ്. ഉദ്ദേശം വളരെ വ്യക്തമാണ്. ഇടതുമുന്നണി ഒരു മുസ്ലിം മുഖ്യമന്ത്രി വരണം എന്നുള്ള ആഗ്രഹത്തിലാണ് കുറച്ചു കാലമായിട്ട് പ്രവർത്തിക്കുന്നത്. മുജാഹിദ് സമ്മേളനവുമായി ബന്ധപ്പെട്ടുയർന്ന വിവാദങ്ങൾക്ക് മറുപടിയുമായി സമസ്തയുടെ ആദർശ സമ്മേളനം. ഫാസിസ്റ്റ് സംഘടനകൾക്ക് വേദിയൊരുക്കുകയാണ് മുജാഹിദുകളെന്ന് സമസ്ത നേതാവ് നാസർ ഫൈസി പറഞ്ഞു. ബാബറി മസ്ജിദ് പോലുള്ള വിഷയങ്ങളിൽ സമുദായത്തെ ഒറ്റുകൊടുത്തവരാണ് മുജാഹിദ് പ്രസ്ഥാനമെന്നും അദ്ദേഹം ആരോപിച്ചു. അശ്വിൻ വലത്തെ വിവരങ്ങളുമായി ചേർന്നു. അശ്വിൻ, സമസ്തയുടെ മറുപടി എന്താണ്? അപർണ, ഈ നേരത്തെ കഴിഞ്ഞ ആഴ്ച കോഴിക്കോട് വെച്ച് നടന്ന മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ സമ്മേളനത്തിന്, അവരുടെ 10ാം സമ്മേളനത്തിന് മറുപടിയായാണ് യഥാർത്ഥത്തിൽ സമസ്ത ഈ സമ്മേളനം സംഘടിപ്പിക്കുന്നത്. മുജാഹിദ് സമ്മേളനവുമായി ബന്ധപ്പെട്ട് നിരവധി വിവാദങ്ങൾ ഉയർന്നു വന്നിരുന്നു. അത്തരം വിവാദങ്ങൾക്ക് മറുപടി പറയുക തന്നെയാണ് ലക്ഷ്യം എന്ന് തുടക്കത്തിൽ തന്നെ വ്യക്തമാക്കുന്ന തരത്തിലാണ് നേതാക്കൾ സംസാരിക്കുന്നത്. ഈ സമ്മേളനത്തിലെ ഈ തുടക്കത്തിലുള്ള പ്രസംഗങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അത് നാസർ ഫൈസി കൂടത്തായി ആയാലും അതേപോലെ തന്നെ SKSSFന്റെ നേതാവ് സത്താർ പന്തല്ലൂർ ആയാലും ഒക്കെ തന്നെ സംസാരിക്കുന്നത് ഈ മുജാഹിദ് പ്രസ്ഥാനം എന്ന് പറയുന്നത് ഇവിടെയുള്ള ദേശീയ ഫാസിസ്റ്റ് കക്ഷികളുമായി, സംഘപരിവാർ സംഘടനകളുമായി തന്നെ നേരത്തെ തന്നെ ബന്ധമുള്ളവരാണ്. നേരത്തെ ബാബറി മസ്ജിദ് തകർത്ത സമയത്ത് ഇവർ ഇതിൽ ഒരു നിലപാടെടുത്തിരുന്നില്ല. അത്തരത്തിലുള്ള BJPയുമായി നേരത്തെ തന്നെ ഇവർക്ക് ഒത്തുതീർപ്പുകളുണ്ട് എന്നൊക്കെയുള്ള ആരോപണങ്ങളാണ് സത്താർ പന്തല്ലൂരായാലും അതേപോലെ നാസർ ഫൈസി കൂടത്തായി ആയാലും ഒക്കെ തന്നെ ആരോപിക്കുന്നത്. അവർ പറയുന്നത് ഈ മുജാഹിദ് സമ്മേളനത്തിലേക്ക് BJP നേതാക്കളും അതേപോലെ തന്നെ BJPയുമായി അടുത്തു നിൽക്കുന്ന മുസ്ലിം നേതാക്കളും ഒക്കെ തന്നെ എത്തിയത് യാദൃച്ഛികമല്ല, മറിച്ച് കാലങ്ങളായി മുജാഹിദ് പ്രസ്ഥാനം BJPയുമായി ഒക്കെ ചെയ്തു വരുന്ന ഒരു സെറ്റിൽമെന്റ് രാഷ്ട്രീയത്തിന്റെ ഭാഗമാണ് എന്നുള്ളതാണ് മറ്റൊരു ആരോപണം കൂടി സത്താർ പന്തല്ലൂർ ഉന്നയിക്കുന്നത്. ഈ മുജാഹിദ് സമ്മേളനത്തിന്റെ തൊട്ടടുത്ത ദിവസം ഈ സമ്മേളനത്തിൽ നിന്ന് പാണക്കാട് കുടുംബത്തെ സമസ്ത വിലക്കി എന്നാരോപിച്ചുകൊണ്ട് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ വിളിച്ചു ചേർത്ത മുസ്ലിം കോർഡിനേഷൻ കമ്മിറ്റി യോഗത്തിൽ നിന്ന് മുജാഹിദ് പ്രസ്ഥാനം വിട്ടു നിന്നിരുന്നു. അതിന്റെ നേതാക്കൾ മാറി നിന്നിരുന്നു. ഇങ്ങനെ മാറുന്നത് ഈ സമ്മേളനത്തിൽ ഇവർക്ക് സംഘപരിവാറുമായുണ്ടായ മുജാഹിദ് പ്രസ്ഥാനത്തിൽ സംഘപരിവാറുമായുള്ള ഒത്തുതീർപ്പിന്റെ ഭാഗമായിട്ടാണ് ആ യോഗത്തിൽ പങ്കെടുക്കാതിരുന്നത്. കാരണം അത് ഏക സിവിൽ കോഡ് വിഷയത്തിൽ ഉള്ള സമരങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യാനുള്ള ഒരു യോഗമായിരുന്നു. ആ യോഗത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തിന് പങ്കെടുക്കാൻ കഴിയില്ല. കാരണം അത് ഇത്തരത്തിലുള്ള ഒത്തുതീർപ്പുകളുടെ ഭാഗമായിട്ട് കൂടിയാണ് അങ്ങനെ പങ്കെടുക്കാൻ കഴിയാത്തത്. പാണക്കാട് കുടുംബം മുജാഹിദ് സമ്മേളനത്തിൽ പങ്കെടുക്കാത്തത് കൊണ്ടാണ് ഈ യോഗത്തിൽ നിന്ന് മാറി നിൽക്കുന്നത് എന്ന് പറയുന്നതൊന്നും തന്നെ വസ്തുതയല്ല. കാരണം മുൻപ് 9 മുജാഹിദ് സമ്മേളനങ്ങൾ നടന്നപ്പോൾ അതിലൊന്നും തന്നെ പാണക്കാട് എന്നുള്ള ആരും തന്നെ പങ്കെടുത്തിട്ടില്ല. പൊതുവെ അവർ സമസ്തയുടെ കൂടെ നേതൃത്വമാണ്. അതുകൊണ്ട് മുജാഹിദ് സമ്മേളനങ്ങളിലേക്ക് സമസ്തയുടെ നേതാക്കൾ പങ്കെടുക്കുന്ന പതിവ് പണ്ടേയില്ല എന്ന് കൂടെ പറഞ്ഞു വെക്കുന്നുണ്ട്. മാത്രമല്ല നാസർ ഫൈസി കൂടത്തായി ഒരു പടി കൂടെ കടന്ന് IS പോയ ആളുകൾ, ഈ സിറിയയിലേക്ക് പോയവരൊക്കെ തന്നെ പൂർണ്ണമായും മുജാഹിദ് പ്രസ്ഥാനത്തിൽ നിന്ന് വന്നവരാണ്, സലഫി ആശയധാര പിൻപറ്റുന്നവരാണ് ഇങ്ങനെ IS പോയവർ എന്നും വിവരങ്ങൾ നൽകിയത് സംസ്ഥയുടെ മറുപടി. ക്രിക്കറ്റ് ആരാധകർക്ക് തിരിച്ചടിയായി വിനോദ നികുതി കുത്തനെ കൂട്ടി. ഇന്ത്യ ശ്രീലങ്ക 3ാം ഏകദിനം നടക്കുന്ന തിരുവനന്തപുരം കാര്യവട്ടം സ്റ്റേഡിയത്തിലാണ് സർക്കാരിന്റെയും KCAയുടെയും കൊള്ള. 2000 രൂപയുടെ ടിക്കറ്റിന് വിവിധ നികുതികൾ ഉൾപ്പെടെ 2860 രൂപയായി. ഒരിടവേളയ്ക്ക് ശേഷം കാര്യവട്ടത്ത് നടക്കാനിരിക്കുന്ന ഏകദിന മത്സരത്തിന്റെ ആവേശം ടിക്കറ്റ് നിരക്ക് ഇല്ലാതാക്കും. അപ്പർ ടയറിന് 1000 രൂപയും ലോവർ ടയറിന് 2000 രൂപയുമാണ് KCA നിശ്ചയിച്ച ടിക്കറ്റ് നിരക്ക്.
ഇതിനു പുറമെ വിനോദ നികുതി സർക്കാർ കുത്തനെ കൂട്ടി. കഴിഞ്ഞ സെപ്റ്റംബറിൽ നടന്ന ഇന്ത്യ ദക്ഷിണാഫ്രിക്ക മത്സരത്തിൽ 5% വിനോദ നികുതിയാണ് ഇത്തവണ സർക്കാർ 12% വർദ്ധിപ്പിച്ചത്. 18% GSTയും കൂടെ കൂട്ടി ഒരു ടിക്കറ്റിന് 30% നികുതി നൽകണം. ഇതോടെ 1000 രൂപ ടിക്കറ്റിന് GSTയും വിനോദ നികുതിയും കൂടെ കൂട്ടി 1445 രൂപയും 2000 രൂപ ടിക്കറ്റിന് 2860 രൂപയുമാകും. സർക്കാർ നികുതി എത്ര ഉയർത്തിയാലും കളി സംഘടിപ്പിക്കുന്ന കേരള ക്രിക്കറ്റ് അസോസിയേഷന് നഷ്ടമില്ല. എന്റർടൈൻമെന്റ് ടാക്സ് എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിലെ ഒരു നിയമം വെച്ചിട്ട് കോർപ്പറേഷന് അത് ലോക്കൽ ബോഡിയാണ് ചെയ്യുന്നത്. കോർപ്പറേഷന് ചെയ്യാൻ പറ്റുന്നത് 24 to 48% ആണ്. കോർപ്പറേഷൻ അത് അവർക്ക് ചെയ്യാൻ പറ്റുന്നതിന്റെ ഏറ്റവും ലോവസ്റ്റ് ഒരു ഇതിലാണ് ആക്കി 24% എന്ന് പറഞ്ഞു. നമ്മൾ ഗവൺമെന്റിന്റെ അടുത്ത് അത് കുറച്ചുകൂടെ ഇത് ചെയ്യണോ ഇളവ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ അവരെ വീണ്ടും അതിന്റെ 50% കുറച്ചിട്ട് 12% എന്നാക്കുകയാണ് ചെയ്തത്. 24% വിനോദ നികുതി ആവശ്യപ്പെട്ട കോർപ്പറേഷൻ KCA സർക്കാർ ഇടപെടലിലൂടെയാണ് 12% കൊണ്ട് തൃപ്തിപ്പെട്ടത്. കൊൽക്കത്തയിലും ഗുവാഹത്തിയിലും നടക്കുന്ന ആദ്യ 2 ഏകദിനത്തിലും ഇല്ലാത്ത ടിക്കറ്റ് നിരക്കാണ് ഇങ്ങ് കേരളത്തിൽ. കൂടുതൽ മത്സരങ്ങൾ കേരളത്തിൽ വരണം. പക്ഷേ വരുമാനമുണ്ടാക്കേണ്ടത് കാണികളെ പിഴിഞ്ഞുകൊണ്ടാകരുത്. ക്യാമറമാൻ സന്തോഷിനൊപ്പം നന്ദകുമാർ, ന്യൂസ് 18, തിരുവനന്തപുരം. മൊബൈൽ പേയ്മെന്റ് ആപ്പായ പേറുപ്പിന്റെ സേവനം ലഭ്യമായി തുടങ്ങി. പുതുവർഷത്തോടനുബന്ധിച്ച് എല്ലാ സേവനങ്ങൾക്കും 5% ക്യാഷ് ബാക്ക് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആധുനിക CRM ടെക്നോളജി ഉപയോഗിച്ചുള്ള ഓട്ടോമേറ്റഡ് സർവീസ് ഡെസ്കാണ് പ്രവർത്തന സജ്ജമായത്. യൂട്ടിലിറ്റി ബില്ലുകൾ അടയ്ക്കൽ, മൊബൈൽ റീചാർജ്, ബ്രോഡ്ബാൻഡ് DTH പേയ്മെന്റ്, ഗിഫ്റ്റ് കാർഡ് പർച്ചേസ് തുടങ്ങി നിരവധി സേവനങ്ങളാണ് ഉപഭോക്താക്കൾക്ക് ലഭിക്കുക. ബാംഗ്ലൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിന്റെ സാരഥികൾ മലയാളികളായ സുരേഷ് കുമാർ, വിശാൽ നായർ എന്നിവരാണ്. ശബരിമലയിൽ ദീപാരാധന.
Có thêm đồng em.